മൂന്ന് തരം ആൾക്കാരാണ് ഉള്ളത്. അതിൽ ഒന്ന് അജ്ഞാനി, വേറൊന്ന് അഭ്യാസി, വേറൊരാൾ ആരൂഢൻ. അജ്ഞാനി, അഭ്യാസി, ആരൂഢൻ, മൂന്ന് തരം ആൾക്കാർ. പക്ഷെ ഈ മൂന്നാളല്ല പറഞ്ഞത്, ഒരാളിൻ്റെ തന്നെ 3 സ്റ്റേജസാണ്. എല്ലാവരും അജ്ഞാനികളായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൽ നമുക്ക് തന്നെ അറിയാം, ഏതാനും ആളുകൾ ഇതുപോലെ ചില ആശ്രമങ്ങളിലൊക്കെ പോവുകയും അവിടെ ചില സ്വാമിമാരെയെല്ലാം കാണുകയും അവരുമായിട്ട് ബന്ധപ്പെട്ട് പഴകുകയൊക്കെ ചെയ്ത് കുറേ ആളുകൾ നമുക്ക് കാണാം, അല്ലേ? അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം, അതൊരു അഭ്യാസം. സ്വാമി കാണുന്ന വഴി എന്ത് പറയും? ആ ഒരു അഭ്യാസം പറഞ്ഞു കൊടുക്കും. അഭ്യാസം വഴി സഞ്ചരിച്ച് അയാൾ അജ്ഞാനിയല്ല. അയാളുടെ ഒരു പൂർവ്വ സ്റ്റേജ് ആയിരുന്നു അജ്ഞാനി എന്നുള്ളത്. ഈ അഭ്യാസത്തിലൂടെ ആരൂഢൻ എന്ന് വെച്ചാൽ ജ്ഞാനമടഞ്ഞു എന്നാണ്. ആ ബ്രഹ്മജ്ഞാനത്തിന് അനുഭവവേദ്യമായി എന്നർത്ഥം. ഇങ്ങനെ 3 രൂപത്തിൽ ഈ സ്റ്റേജസിനെയാണ് അവിടെ പറഞ്ഞത്. അപ്പം എല്ലാവരും അജ്ഞാനികളായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്നാൽ മഹത്തുക്കൾ പറഞ്ഞു എല്ലാം ആത്മസ്വരൂപങ്ങളെന്ന് പറയുകയും ചെയ്തു. ഇതെങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളതാണ് ചോദ്യം. ഇത് പൊരുത്തപ്പെടുന്നതിൻ്റെ എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാവരും ജ്ഞാനികളാണ്, അതാണ് സത്യം. പക്ഷേ അവർ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ അറിവാണ് ഇതിൽ മുഖ്യമായിട്ടുള്ളത്. ഈ അറിവിൽ തോന്നിയിരിക്കുന്ന ഈ വിഷയങ്ങളെ സത്യബുദ്ധിയോട് നിന്ന് പെരുമാറുന്ന സമയത്താണ് അജ്ഞാനിയായിട്ടിരുന്നത്. അറിവിൽ വാസ്തവത്തിൽ തോന്നുന്നതാണ്, മനസ്സ് അറിവിൽ തോന്നിയതാണ്. മനസ്സ് തന്നെ തോന്നിയതെങ്കിൽ മനസ്സിന് വിഷയമാണ് ഈ ലോകം. അപ്പം നോക്കണേ, ഈ ലോകമായിട്ട് നമുക്ക് എന്ത് ബന്ധം? മനസ്സാണ്. ആ മനസ്സ് ഇതിൽ തോന്നുകയും മറയുകയും ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഉണ്ടോ? മനസ്സില്ലല്ലോ. ജാഗ്രത ഉണ്ട്, സ്വപ്നത്തിൽ ഒരല്പമുണ്ട്, സുഷുപ്തിയിലില്ല. ഇങ്ങനെ 3 അവസ്ഥകളിലും ഈ മനസ്സ്, അല്ലെങ്കിൽ ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ഈ ശരീരവും മനസ്സുകൾ, ഇതെല്ലാം ഉപാധികളാണ്. ഈ ഉപാധികളെല്ലാം വരികയും പോവുകയൊക്കെ ചെയ്ത് ഇരുന്നിട്ടും ഈ അറിവിൽ തോന്നിയതാണെന്നറിയാതെ ഇത് സത്യമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അജ്ഞാനം. അത് മാറി ഇപ്പോൾ ഒരു ഗുരുവിനെ സമീപിക്കും. എന്താണ് വാസ്തവത്തിൽ ദുഃഖത്തിലാണ് സ്വാമി, ഈ ദുഃഖം മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ച് ചെല്ലുമ്പോൾ സ്വാമി പറഞ്ഞു കൊടുക്കും, ഉണ്ട്, ഇതിൽ ജ്ഞാനം അടഞ്ഞാൽ മതി. അതിനുള്ള ഉപായം എന്താണ്? ഈ അറിവിൽ തോന്നി നിൽക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ഈ അറിവിന് അന്യമാണെന്നും അറിവ് ഇതിൽ സ്വതന്ത്രമാണെന്നും അറിവിൽ തോന്നുന്നതല്ലാതെ അറിവിൽ ഇത് പറ്റിയിട്ടില്ലെന്നും നീ ഏകാന്തത്തിൽ തിരിച്ചറിയാൻ നോക്കുന്നു. മനസ്സിലായോ? ഏകാന്തത്തിൽ ഇരുന്ന് ഞാൻ ഈ പറഞ്ഞതിനെ നീ ഒന്ന് പരിശോധിക്കണം. ആത്മവിചാരം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ആത്മവിചാരം പറയുന്നത്. വേറൊരു രൂപത്തിൽ പറയണേ. അപ്പോൾ ഇയാൾ നോക്കും, ശരിയാണല്ലോ സ്വാമി പറഞ്ഞത്, കൊള്ളാം, കറക്റ്റാണല്ലോ. സ്വാമി പറയുന്നതിനെ ഖണ്ഡിക്കാനും പറ്റുന്നില്ല. കുറച്ച് ഇതിലേക്ക് പ്രവൃത്തിയെടുക്കും. ഇതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. അഭ്യാസം പൂർണ്ണമാവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനെ പിരിച്ചറിയണമെങ്കിൽ സാധാരണ ഒരു ബുദ്ധിക്ക് പറ്റില്ല, സംസ്കരിച്ച ബുദ്ധിക്ക് പറ്റില്ല. നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ മനസ്സെല്ലാം പൂർവ്വജന്മാർജിതങ്ങളായിരിക്കുന്ന വാസനകൾ കൊണ്ട് അശുദ്ധമടഞ്ഞിരിക്കുക. ഒന്നിനും ഒരു ശുദ്ധിയില്ല. നമ്മളിപ്പോൾ ഒരു കാര്യത്തെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എടുക്കുന്നത്? നമുക്കറിയാവുന്ന രൂപത്തിൽ ഒരു അർത്ഥം എടുക്കുക എന്നല്ലാതെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ എടുക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ഇപ്പൊ ശ്രുതി തന്നെ പറഞ്ഞു ഒരു വാക്യം, അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും അർത്ഥവുമാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ശ്രുതിയുടെ അർത്ഥമോ ഒരേ ഒരു കാര്യത്തെയാണ് ശ്രുതി എപ്പോഴും പറയുന്നത്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് അതിൻ്റെ അർത്ഥം.
പക്ഷെ അതിന് പൂർവ്വമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതാണ് ഇതാണ് മറ്റേത്, അങ്ങനെ രൂപത്തിലെല്ലാം കുറേ കാര്യങ്ങളെല്ലാം ഈ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രാസ്പ് ചെയ്യും. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഈ അർത്ഥം അങ്ങനെ ഇരുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, നമ്മൾ വാസനയ്ക്കൊത്താണ് നമ്മൾ അർത്ഥം എടുക്കുന്നത്. ഓരോ വാസനകളെന്ന് വെച്ചാൽ അറിയാമല്ലേ, ഓരോരുത്തർക്കും ഓരോ വൃത്തികൾ പ്രബലമാണ്. ഇപ്പോൾ നമ്മൾ പുരാണങ്ങളിൽ നോക്കിയാൽ രാവണൻ, അയാൾക്ക് എന്താണ് വൃത്തി എന്ന് പറഞ്ഞാൽ ലോഭവൃത്തിയാണ്. ലോഭവൃത്തിയല്ല, കാമവൃത്തിയാണ്. ദുര്യോധനൻ എന്താണ്? ലോഭവൃത്തിയാണ്. അപ്പം അയാളുടെ വാസന, അയാളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ലോഭവൃത്തിക്ക് അനുഗുണമായി പ്രവർത്തിക്കും. അപ്പോൾ എന്തും കൈകാര്യം ചെയ്യുമ്പോൾ അതിലെല്ലാം ഈ ലോഭവൃത്തി അഭിനിവേശിക്കും. മനസ്സിലായോ? ഒരു വക കൊടുക്കരുത് ആർക്കും, ഇതാണ് ലോഭം. അർഹതപ്പെട്ടത് പോലും കൊടുക്കരുത് എന്നുള്ളതാണ് ദുര്യോധനന്റെ പക്ഷം. ദുര്യോധനൻ പറഞ്ഞു, ഒരു സൂചി ഊന്നാനൊരു സ്ഥലം പോലും ഈ പഞ്ചപാണ്ഡവന്മാർക്ക് ഞാൻ കൊടുക്കില്ല. പകുതി അവരുടേതാണ്. ഇപ്പൊ പാണ്ഡുപുത്രനും ധൃതരാഷ്ട്രന്റെ പുത്രന്മാരും രണ്ടുപേരല്ലേ, രണ്ടുപേർക്കും തുല്യ അവകാശമൊക്കെ ഉണ്ട് ഇതിൽ. മാത്രമല്ല അതിൽ ജ്യേഷ്ഠനായിട്ടിരിക്കുന്നത് യുധിഷ്ഠിരനല്ലേ. യുധിഷ്ഠിരനാണ് രാജ്യഭാരം വരാൻ പോകുന്നത്, അയാൾക്കാണ് രാജ്യാധികാരം വരുന്നത്. ഇങ്ങനെ ഇരിക്കെ ദുര്യോധനൻ പറയുന്നത് എന്താണ്? സൂചി കൊന്നുള്ള സ്ഥലം പോലും കൊടുക്കില്ല. അങ്ങനെ അവര് ആ ദുര്യോധനന്റെ ആ ലോകവൃത്തിക്ക് വിധേയമായി അവരെ കൊല ചെയ്യുന്നത് നമ്മൾ മഹാഭാരതത്തിൽ കണ്ടു അല്ലേ. അവര് പിന്നെ രാജ്യഭ്രഷ്ടന്മാരാക്കി, അവരെ വനവാസത്തിനയച്ചു. അത് കഴിഞ്ഞ് അവർ അരക്കില്ലത്തിൽ വെച്ച് എല്ലാവരെയും കൂടെ ചുട്ടുകളയാനായിട്ട് പദ്ധതി ഇട്ടു അല്ലേ. ഭീമനാണ് അതിന് പ്രഗത്ഭൻ. അതുകൊണ്ട് ഒരിക്കൽ ഭീമന് ഒരു നദിയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു. ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് അയാളുടെ ലോഭവൃത്തി മുഖാന്തരം സംഭവിച്ചത്. ഓർമ്മയുണ്ട? ഇത് ആലോചിക്കണം. ഇതൊക്കെ ഈ പുരാണം വേറൊന്നുമില്ല. ഈ മഹാഭാരതം വ്യാസഭഗവാൻ മഹാഭാരതം ആദ്യം എഴുതി. കാരണം ലോകത്തിൻ്റെ ഒരു ചിത്രം വരച്ച് കാണിച്ചു. ഇതാണ് ലോകം. ഇതിൽ മനുഷ്യരെല്ലാം ഇങ്ങനെയെല്ലാം എന്തെല്ലാം പ്രകൃതത്തിൽ ആളുകൾ ഇരിക്കുന്നു. നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ പാവങ്ങളാണ് ഇത് പറഞ്ഞിടാത്ത കുറെ പാവങ്ങളും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഈ പറയുന്ന ലോഭവും മോഹവും ക്രോധവും മതവും ഡംഭവും ഒക്കെ പ്രധാന ഗുണങ്ങളായാണ് ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത്. അതിൽ ചിലരെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കാണിച്ചു തന്നു. വന്നിട്ട് പറഞ്ഞു, ലോഭവൃത്തിയെ കൊണ്ട് തന്നെ ഈ ദുര്യോധനൻ മരിച്ചു. പലപ്പോഴും കൃഷ്ണനെ പോലുള്ളവരൊക്കെ വന്ന് പറയുന്നുണ്ട്, ദുര്യോധന, നിനക്ക് ഈ രാജ്യത്തിന്റെ പകുതി നീ എടുത്തോ, നീ അതിന്റെ പകുതി കൊട്, അല്ല നീ ഒരു ഗ്രാമം കൊട്, അവർക്ക് ഒരു ഗ്രാമം അവർക്ക് കൊട്, അവർ 5 പേരില്ലേ, അവരെങ്ങനെയും ജീവിച്ചോട്ടെ. അല്ലേ വേണ്ട, ഒരു വീടെങ്കിലും കൊട്, ഒരു വീട് അവർക്ക് താമസിക്കണ്ടേ, ജീവിക്കണ്ടേ അവർ. സൂചി ഊന്നാൻ സ്ഥലം കൊടുക്കൂല എന്ന് പറഞ്ഞ് ദുര്യോധനൻ ആ വൃത്തി തന്നെയായിരുന്നു ദുര്യോധനനെ മരണത്തിന് കാരണം. മനസ്സിലായി? ഇതുപോലെ ഓരോ പ്രബലമായ വൃത്തികൾ നമ്മളെല്ലാവർക്കും ഉണ്ട്. ഓർമ്മിച്ചോണം, നമ്മളെ ദുര്യോധനാണോ കുംഭകർണനാണോ ഭീമനാണോ ആരാണെന്ന് അറിഞ്ഞില്ല. ഇനി ദുര്യോധനന്റെ ഇയാളുണ്ടല്ലോ ധർമ്മപുത്രനാണോ, ധർമ്മപുത്രന്മാരും ഉണ്ട് ഇതിനിടെ. അവർക്കും മോശം അനുഭവം തന്നെ അല്ലേ. ആലോചിച്ച് ചോദിക്കണം. ധർമ്മപുത്രർക്ക് കള്ളം പറയാത്ത ഒരാളാണ് ധർമ്മപുത്രൻ. യുധിഷ്ഠിരൻ കള്ളമേ പറയില്ല. അതുകൊണ്ട് തന്നെ ഭാരതയുദ്ധം നടക്കുന്ന സമയത്ത് ഈ ആന പേരെന്തിന്, അശ്വത്ഥാമ അല്ലേ, അശ്വത്ഥാമാവ് ആരാണ്? ദ്രോണരുടെ പുത്രൻ അല്ലേ. ഞാൻ കഥ എനിക്ക് അത്ര ഒന്നും അറിഞ്ഞൂട, എങ്കിലും ഞാൻ ഒരു ഊഹിച്ച് പറയണം. അപ്പം ദ്രോണരുടെ പ്രഭാവം ഒന്ന് കുറയ്ക്കണമെങ്കിൽ ദ്രോണർക്ക് ഒരു തൻ്റെ മകൻ മരിച്ചുപോയി എന്നൊക്കെയുള്ള ഒരു ഇത് വരണം. അതിന് വേണ്ടിയിട്ട് കൃഷ്ണനാണ് പദ്ധതി ഇട്ടത്.
അല്ലേ? ഇതൊക്കെ കുറച്ചുകൂടെ അറിയുന്നു. അപ്പോൾ എന്തു പറഞ്ഞു? യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു. ഇവർക്ക് ഒരു ഗത്യന്തരവുമില്ല. കാരണം ഈ പറയുന്ന ദ്രോണൻ എന്ന് പറഞ്ഞാൽ ഇവര് ഗുരുവാണ്. ബ്രഹ്മാസ്ത്രമൊക്കെ അയക്കാനും തിരസ്കരിക്കാനും ഒക്കെ പഠിപ്പിച്ച ആളാണ്. ആരും ഈ ദ്രോണൻ ഭയങ്കരമായ ശസ്ത്രവീരനാണ് ദ്രോണർ. ദ്രോണരെയൊന്നും ആർക്കും ജയിക്കാക്കില്ല. ദ്രോണരിൽ നിന്ന് കിട്ടിയതാണ് അർജുനന് ഈ ശസ്ത്രവിദ്യ. എങ്ങനെ വെച്ചാൽ ഗുരുവിന് മേളിൽ ഒരു ശിഷ്യന് വളരാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ല. അതറിയാവുന്ന ആര്? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണ പരമാത്മാവെന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ഈ യുദ്ധം ഇങ്ങനെ പോയാൽ നിമിഷം കൊണ്ട് പഞ്ചപാണ്ഡവന്മാർ നാമവിശേഷമായി. ഭഗവാൻ ധർമ്മത്തെയാണ് നോക്കിയത്. ഇതിന് ആരുടെ പക്ഷത്താണ് ധർമ്മം? ആരുടെ പക്ഷത്താണ്? പാണ്ഡവന്മാരുടെ പക്ഷത്താണ്. പക്ഷെ അവർ വെരി മൈനോറിറ്റിയാണ്. മറ്റവരോ മെജോറിറ്റി നിൽക്കുകയാണ്. എത്ര ആളുകൾ, എത്ര സൈന്യങ്ങൾ. ഇവരുടെ സൈന്യങ്ങളെല്ലാം പടപടാന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കി ഭഗവാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. യുധിഷ്ഠിരനാണെങ്കിൽ കള്ളം പറയാത്ത ഒരാളാണ്. അങ്ങനെയാണ് ആ കള്ളം പറയേണ്ടി വന്നത്. പക്ഷെ നേരിട്ടല്ല, വേറൊരു രൂപത്തിൽ ഒരു ആനയാണ് പറഞ്ഞത്. അതിന് ആനയെന്ന് പറയാതെ പേര് പറഞ്ഞു. ഇതിന് അശുദ്ധമാ ആന പതുക്കിയ. പെട്ടെന്ന് ദ്രോണർ കേട്ടിട്ടുണ്ട്, അയ്യോ തൻ്റെ മകൻ വധിക്കപ്പെട്ടു. അയ്യോ, പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് അറിയാതെ ഇദ്ദേഹത്തിൻ്റെ ശസ്ത്രങ്ങളോ അസ്ത്രങ്ങളോ എല്ലാം തറയിൽ വീണു. ഈ അവസരത്തെ ആ ധർമ്മത്തിൻ്റെ ജയത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തി. ആര്? ഈ അർജുനാദികൾ. ഇങ്ങനെ മനസ്സിലാക്കണേ. അപ്പോൾ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ മഹാഭാരതത്തിലൂടെയും മനസ്സിലാക്കണം. മഹാഭാരതം വെച്ചാൽ നമ്മുടെ എല്ലാം ജീവിതമാണ് വരച്ച് എഴുതി വെച്ചിരിക്കുന്നത്, പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുക. ഇതിൽ പെടാത്ത ഒരു ചുക്കുമില്ല ഈ ലോകത്ത്. വ്യാസോച്ഛിഷ്ടമിതം സർവം എന്നൊക്കെയാണ് പറയുന്നത്. വ്യാസൻ പറയാത്ത ഒരു കാര്യങ്ങളും ഈ ലോകത്തിലില്ല. അപ്പം നമ്മൾ പറയും പുതിയതായിട്ട് ഇറാൻ യുദ്ധത്തിൽ ഉണ്ടോ വ്യാസൻ പറഞ്ഞല്ലതൊന്ന് ചോദിക്കുകയാണെങ്കിൽ നോക്കിയാലുണ്ട്. പറഞ്ഞില്ലേ, എല്ലാം ഓരോ മനുഷ്യരും അവർ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപ പുണ്യങ്ങളെ അനുഭവിക്കുന്നു. പാപം എങ്ങനെ അനുഭവിക്കും? വ്യാധി രൂപത്തിൽ അനുഭവിക്കും. പുണ്യം എങ്ങനെ അനുഭവിക്കും? ബോധരൂപത്തിൽ അനുഭവിക്കും. അതിന് നല്ല ബുദ്ധിയുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കാം. ഇപ്പോൾ ഒരു ഭയങ്കരമായൊരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു, ബോധം ഉണ്ടെങ്കിൽ മാറിക്കൂടെ? അയ്യോ ഇത് നമുക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു വയ്ക്കൂടെ? മറ്റേ മൂഢനാണ് ആര്? ആ പാപം ചെയ്തിരിക്കുന്നില്ല. ആ പാപം വ്യാധിയായിട്ടും ദുഃഖമായിട്ടും മാറണമെങ്കിൽ അവന് ബോധമില്ല. അത്രേ ഉള്ളൂ. ആർക്ക് ബോധമുണ്ട്? പക്ഷേ പുണ്യവാന്മാർക്ക് മാത്രമേ ബോധമുള്ളൂ. അതുകൊണ്ടാണ് പൂർവജന്മാർജിതം പുണ്യം ബോധരൂപേണ ജായതേ. പൂർവജന്മാർജിതം പാപം വ്യാധി രൂപേണ. വ്യാധി എന്ന് ഉദ്ദേശിക്കുന്ന ശരീരത്തിലുള്ള രോഗം മാത്രമല്ല, മനസ്സിൽ പിടിച്ചിരിക്കുന്ന ഈ രാഗദ്വേഷ മതമത്സരം, അത് ഭയങ്കര ഒരു രോഗം. അതാണ് രോഗം. വാസ്തവത്തിലുള്ള രോഗം ഏതാണ്? ശരീരത്തിൽ വരണല്ല, അത് ചികിത്സിച്ച് മാറ്റാവുന്നേ ഉള്ളൂ. മനസ്സിൽ വന്നിരിക്കുന്ന വ്യാധി, ഇതാണ് സൂക്ഷ്മ ശരീരം. ഇതാണ് വ്യാധിഗ്രസ്തമായിട്ടിരിക്കുകയാണ് ഈ സൂക്ഷ്മ ശരീരം. ഇതിനെയാണ് റിഫൈൻ ചെയ്യുന്നത് വേദം. ആ മനസ്സിനെ ശുദ്ധമാക്കാന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരത്തെ ശുദ്ധമാക്കുകയാണ്. ഈ ശരീരമാണ് മരണാനന്തരം പുറപ്പെട്ടു പോകുന്നത്. ഈ ശരീരമാണ് പോയി വേറെ ശരീരം സ്വീകരിക്കുന്നത്. വേറൊരു ശരീരം സ്വീകരിക്കുന്നത് ഇതാണ്. ഇതിന് മരണമില്ല. ഈ സൂക്ഷ്മ ശരീരം അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മരിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ അനുഭവം. എന്താണ് ഈ സൂക്ഷ്മ ശരീരം അങ്ങനെ ഇരിക്കുകയല്ലേ? അതിങ്ങനെ പുറപ്പെട്ട് കുറേ സമയം വരെ ആ 16 ദിവസം, ജ്യോതിഷം പറഞ്ഞ 16 ദിവസം വരെ ആ ഭാഗത്ത് തന്നെ ഉണ്ടാവുന്നതാണ്. എല്ലാം അറിയാം. അവിടെ വെച്ചാണ് ഇതിൽ ഒരു വിവേകം ഒതുക്കിയത്. എങ്ങനെയാണെന്നറിയാം? പ്രിയപ്പെട്ട് വളർത്തിയ മോൻ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് വിഷമിക്കും. പ്രിയപ്പെട്ട ഭാര്യ
അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അവരുടെ മാനസിക നിലകൾ എല്ലാം കാണാം അവർക്ക്. അത് മനസ്സിലായിക്കൊള്ളണം. മരിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു സൂക്ഷ്മ ദൃഷ്ടിയാണത്. എല്ലാം കാണാം, എല്ലാത്തിനെയും സംഹരിക്കാനുള്ള പവറും ഇതിനുണ്ട്. അതുകൊണ്ടാണ് മഹത്തുള്ള ആളുകൾ പേടിക്കുന്നത്. ഈ ആത്മാവിനെ എവിടെയെങ്കിലും കൊണ്ട് തളയ്ക്കൂ എന്ന് പറഞ്ഞ് ജ്യോത്സ്യന്മാരെ പുറകെ ഓടനെ കണ്ടിട്ടില്ലേ? കാര്യം ചെയ്തു കൂട്ടിയ വിലയനുസരിച്ച് ഈ കുടുംബത്തിനെ നശിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഈ പോയ ആൾക്ക് വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട്. അവർക്കെപ്പോഴാണ് ശരിക്കും ബോധ്യമാവുന്നത്, ഓഹോ ഞാൻ വെറുതെ എൻ്റെ ജീവിതം ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു, ഇതൊക്കെ സത്യവത ഞാൻ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ ഞാൻ പെരുമാറി, ഞാൻ നശിച്ചല്ലോ. അവിടെ വെച്ചാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അവർ പോകുന്നത്. പോയി ഈ ഖേദത്തോടു കൂടി പോയി ആ ഒരു നരകത്തിൽ പോയി പതിക്കുക. നരകത്തിലാണ് പതിക്കുന്നത്. കാരണം സന്തോഷമില്ലല്ലോ. ഇപ്പല്ലേ റിവഞ്ചാണ് പിന്നീട് റിവഞ്ച്. ഇതിന് പ്രതിക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കും. ഇതൊക്കെയല്ലേ ഇത് നമ്മൾ അനുഭവിക്കുന്നത്. ലോകത്ത് മനുഷ്യർ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തെന്നാണ് ഉഷയെ വിചാരിക്കുന്നത്? അതാണ് പിതൃശാപം എന്ന് പറഞ്ഞു വരുന്നത്. മാതൃശാപം, പിതൃശാപം, ദേവതാശാപം, ഇങ്ങനെ എത്ര ശാപങ്ങൾക്ക് ഒരാൾ ഇരയായിരിക്കുന്നു എന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു തരും. അവർ ഭയങ്കര വിഷമം. എന്തെല്ലാം ചെയ്തിട്ട് മാറില്ല. ജ്യോത്സ്യം ഉടനെ കബഡി എടുത്ത് വെച്ച് അവർ രാശി എടുത്തിട്ട് പറയും, ഓ കടുത്ത പിതൃശാപം ഏറ്റല്ലോ. അപ്പോൾ ചോദിക്കും, പ്രായശ്ചിത്തം എന്തെങ്കിലും ഉണ്ടോ ജ്യോത്സ്യരെ? പ്രായശ്ചിത്തം ഉണ്ട്, പക്ഷേ വളരെ സങ്കീർണമാണ്. ധാരാളം ധനം ചെലവ് ചെയ്യേണ്ടി വരും, ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു, ഒഴിവ് നോക്കി, ഫലിച്ചില്ല. വീഴുകയും ചെയ്തു, ഒഴിവ് നോക്കി, ഫലിച്ചില്ല. ഇതിന് എത്ര പ്രാവശ്യം ചെയ്താണ് ഒരു രൂപത്തിലെങ്കിലും ഒന്ന് മാറ്റം വരുത്തുന്നതെന്ന് അറിയാം. അച്ഛൻ്റെ അമ്മ മരിച്ച സമയത്ത് അച്ഛൻ പറഞ്ഞല്ലോ, അവർക്ക് വേണ്ടി ഗയയിൽ ശ്രാദ്ധത്തിനൊക്കെ പോയത്. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് അവിടെയുള്ള ഒരു മഹാത്മാവ് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, പിടിച്ചപ്പോൾ കയ്യിൽ പാല് വന്നതായിട്ട് പറഞ്ഞു. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ട് കയ്യിൽ നിന്ന് പാല് വീഴും. ആ ഈശ്വരൻ മോനെ ഒരു പ്രത്യേക രൂപത്തിൽ വളർത്തിക്കൊണ്ട് വരികയാണ്. മോൻ വിചാരിക്കുന്ന ഒന്നും നടക്കില്ല. അങ്ങനെയാണ് ആദ്യത്തെ പ്രവചനം. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനൊരു സ്വഭാവമുണ്ട്, തിരുമേനി സ്വാമിക്ക് ഒരു സ്വഭാവമുണ്ട്. എല്ലാവരോടും വലിയ ഇറക്കമാണ്. ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ സഹിക്കാത്ത ഒരു മനസ്സാണ് ആരുടേത്? തിരുമേനി സ്വാമി. അത് ഞാൻ ഇവിടെ വന്ന് സ്വാമിയായതിന് ശേഷമൊന്നുമല്ല, അതിന് മുമ്പേ അങ്ങനെ തന്നെ. അതാണ് ഓരോരുത്തരുടെയും പ്രകൃതങ്ങളാണ്. അങ്ങനെ ഒരു പ്രാവശ്യം അച്ഛൻ ഇങ്ങനെ ആലോചിച്ചു, അമ്മ മരിച്ചതിൽ ഇതുപോലൊരു സങ്കടമില്ല പുള്ളിക്ക്. അച്ഛന് ആലോചിച്ചു, അമ്മ ഇപ്പോൾ എവിടെ ആയിരിക്കുമോ എന്ന്. നമ്മളാരെങ്കിലും ചിന്തിക്കുകയോ ചെയ്ത്, അയ്യോ അവർ കഷ്ടപ്പെടുകയാണോ? മരിച്ചവരെ പറ്റി ആലോചിച്ച് ദുഃഖിക്കുന്നവരാണ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം തീരുമാനിച്ചു, ഞാൻ ഇന്ന് വരെ സമ്പാദിച്ച സകല പുണ്യങ്ങൾ എൻ്റെ അമ്മയ്ക്ക് പോയി ചേരും. ആരെങ്കിലും പറയുമോ ശൈലജ? ആരെങ്കിലും പറയുമോ ശൈലജ? ഇതാണ് ആള്, നോക്കിക്കോണം. അങ്ങനെ അതിനുശേഷം അമ്മയെ സ്വപ്നം കണ്ടുപോയി. സ്വപ്നം കണ്ടപ്പോൾ എങ്ങനെ ഇരുന്നു? അമ്മ സർവാഭരണ വിഭൂഷിതയായിട്ട് ഒരു ദേവിയെ പോലെ പ്രത്യക്ഷം വന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ടു. അതെ, അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ആദ്യം അമ്മ ദുഃഖിച്ച് നിൽക്കുന്നതുമായിട്ട് സ്വപ്നം കണ്ട്. അത് ശരിയാണ്. പക്ഷേ ആ ദുഃഖം മാറ്റി തൻ്റെ പുണ്യം അത്രയും പോട്ടെ എന്ന് വെച്ചാൽ താൻ ഇതുവരെ സമ്പാദിച്ച സകല പുണ്യങ്ങളും അമ്മയ്ക്ക് വേണ്ടി നൃത്തം ചെയ്യാൻ ആർക്ക് മനസ്സ് വരും ചോദിച്ചു. അതാണ് ഇത് ഇത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെയും മാനസിക നിലകൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാനില്ല. ആ പരമശുദ്ധിയുടെ കാര്യമാണ്. ആ ജ്ഞാനം ഫലിച്ച മനസ്സാണ് അത്. അതിനെപ്പറ്റി പറയാം. അപ്പം ഇതിനൊക്കെ ഒരു പ്രത്യേക നിലപാടുകളുണ്ട് എല്ലാവർക്കും. നമ്മളെല്ലാം ഓരോ നിലപാടുള്ളവരാണ് ചേച്ചി. അതിൻ്റെ അടിത്തറ എന്താണ്? നമ്മുടെ പാപശക്തിയുടെ അധികരണം. നമ്മൾ മുജ്ജന്മം ചെയ്തു കൂട്ടിയ പാവങ്ങളാണ് പക്ഷേ ഈ അനുഭവിക്കുന്ന അത്രയും. സുഖമായിട്ടും ഒക്കെ വരണ പുണ്യവും പാവവും തന്നെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ആ വിവേകത്തോടു കൂടി നിന്ന് ഇത് കൈകാര്യം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന ഇതാണ്,
അജ്ഞാനി ഒരിക്കലും എന്നും അജ്ഞാനിയല്ല. ഈ അജ്ഞാനി ഗുരുവിൽ നിന്ന് ഉപദേശം തേടിയതിന് ശേഷം ഈ അറിവിൽ തോന്നിയിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം അറിവിൽ നിന്ന് അന്യമാണെന്ന് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഈ അറിവിൽ നിന്ന് അന്യമാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിച്ച് ഇരിക്കുന്ന ഒരു സമയമാണ് അഭ്യാസം. ഇതാണ് അഭ്യാസം. ഈ അഭ്യാസത്തിൻ്റെ പുരോഗതിയിൽ ഒരു ദിവസം ആ ഗുരു അരുളുണ്ടായി, ഇയാൾ ജ്ഞാനം ഇതിൽ വരും. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ് മാത്രമായിട്ട് തന്നെ നിൽക്കാനായിട്ട് പറ്റും. ഇയാൾ അറിവ് മാത്രമായിട്ട് ഈ ഒരു നിലവ്. ഇതാണ് ആരൂഢം. ഇങ്ങനെ 3 രൂപത്തിലാണ് ഒരാളിരിക്കുന്നത്: അജ്ഞാനി, അഭ്യാസി, ആരൂഢം. ഇതിൽ ആരൂഢ പദവി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നേരത്തെ അഭ്യാസം ചെയ്തല്ലോ, അറിവും വിഷയങ്ങളും തങ്ങളിൽ ഒന്നല്ല, ഇത് രണ്ടായിട്ട് നിൽക്കുകയാണ്. ഇത് വെറുതെ തോന്നലുകളായിട്ടാണ് ഈ വിഷയങ്ങൾ ഇതിൽ ഇരിക്കുന്നത്, വാസ്തവമല്ല. അങ്ങനെ ഇരിക്കുന്ന അവാസ്തവമായ ഇതിൽ നമ്മൾ സത്യബുദ്ധിയോടുകൂടി പെരുമാറുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അജ്ഞാനിയായിട്ട് തന്നെ എന്നും ഇരിക്കാൻ ഇടവരുന്നത്. ഇതിനെ പിരിച്ചറിഞ്ഞ ജ്ഞാനം കൊണ്ട് ഈ പറഞ്ഞ അജ്ഞാനം ഇതിൽ ഇല്ലാതാവുകയും ചെയ്യും. ഇതിനെയൊക്കെ അറിയുന്ന രൂപത്തിൽ ആര് പറഞ്ഞു വിടും? മഹത്തുക്കൾ പറഞ്ഞു വിടും. അവരെ ഉപദേശ അനുസരണം വേണം ഇതിൽ തപസ് ചെയ്യാൻ. തപസ്സല്ല, ഈ വിചാരം ചെയ്യാം. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇയാൾക്ക് ഒരു ദിവസം ആ ഗുരുവരുളുണ്ടാകും. ഗുരുവരുളാണെന്നാണ് ഇതിൻ്റെ പേര്. ഗുരുവരുൾ ഉണ്ടായി ഈ അറിവും ഈ വിഷയങ്ങളും തങ്ങളിൽ പിരിഞ്ഞു പോകും. ഇത് പറഞ്ഞു കേട്ടിട്ടില്ലേ? പാലും വെള്ളവും പെട്ടെന്ന് നോക്കിയാൽ പിരിച്ചറിയാൻ ഒക്കാത്ത വിധത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഇത് പിരിച്ചറിയാൻ പറ്റുന്ന എപ്പോഴെന്നറിയാമോ? ഇതിലൊരു തുള്ളി നാരങ്ങ നീരൊഴിച്ച് ഇത് പിരിക്കാനായിട്ട് വെച്ചാൽ അപ്പോൾ അവിടെ പ്രോസസ്സ് എന്തിനാണ്? ഒരു നാരങ്ങ നീരിട്ടാണ്. അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പാലും വെള്ളവും രണ്ടായിട്ട് അല്ലേ? പാല് വേറെ, വെള്ളം വേറെ. ഇതുപോലെ ഈ വിചാരമാകുന്ന ഈ നാരങ്ങ നീര് ഇതിലൊഴിക്കും. ആരും മഹത്തുക്കൾ പറഞ്ഞ് നമ്മൾ ഒഴിപ്പിക്കും. അതോടുകൂടി ഈ അറിവും ഈ വിഷയങ്ങളുമായിട്ട് പിരിക്കും. രണ്ടും കൂടെ ഒരുമിച്ചിരുന്നത് രണ്ടാവും. ഇതിനെ കണ്ട് അങ്ങനെ നിന്ന് കേവലം ഇത് അപ്രത്യക്ഷമായത്, ഈ വിഷയങ്ങൾ ഇതിൽ പരിപൂർണമായ അപ്രത്യക്ഷമായ അറിവ് മാത്രമായി നിൽക്കുന്ന നില തന്നെ സമാധി. ഈ നില അനുഭവിച്ചവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. ഇത് അനുഭവിക്കാൻ എന്താണ് വേണ്ടത്? കേവലം വിവേകം മാത്രം മതി. പക്ഷെ ആ വിവേകം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മനസ്സിലുള്ള കൽമഷങ്ങൾ മാറണം. ഈ രാഗദ്വേഷ മതമത്സരങ്ങൾ ഇതിൽ പറ്റൂല. അതോ അവർ തലയെ കഴിച്ച് വിളിക്കേണ്ടത്. പസ്തിയില്ലാതെ പസ്തി ആചരിക്കാതെ മരുന്ന് കഴിച്ചാൽ ഫലമില്ല. ഉണ്ടോ? നമ്മൾ പറയണോ ആയുർവേദ മെഡിസിൻ അത് കഴിച്ചാൽ മതി എന്ന് പറയും. അതിൻ്റെ അടിയിൽ കൂടെ അവർ പസ്തിയും പറഞ്ഞു, കുളി കൂട്ടിക്കൂടെ, മറ്റേ മുളവ് ഒരുപാട് അധികം ആവരുത്, കുളിച്ചതൊന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ പറയില്ലേ? ഇതുപോലെ മനസ്സിൽ ഇത്തരം കാര്യങ്ങളാണ്, രാഗദ്വേഷ മതമത്സരങ്ങളാണ് അവസ്ഥയുമായിട്ടിരിക്കുന്നത്. അപ്പോൾ പസ്തിയില്ല വരുമ്പോൾ ഇത് നമുക്ക് പറഞ്ഞു തന്ന് ഉപയോഗിച്ചാലും ഒരു ഫലവും. അതുകൊണ്ടാണ് പലരും ഇതിൽ ഫെയിലിയറായിപ്പോൾ. ഇവരിപ്പോൾ നോക്കിയാൽ അയ്യോ അവരന്ന് എത്ര കാലമായിട്ടിരിക്കുന്നു, അയ്യോ ഭയങ്കരമാണ് ആനടിച്ചാനാണ്. പക്ഷേ ഒരു ഇല്ല. എന്തെന്നറിയാം? പസ്തിയില്ല. പസ്ത്യത്തോടു കൂടിയ മരുന്ന് കഴിക്കും. ഞങ്ങളിന്ന് വായിച്ചൊരു പോർഷനും കൂടെ ചേർത്താണ് പറയുന്നത്. സ്വാമി എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, എന്ത് രസകരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം മരുന്ന് കഴിച്ചാൽ മാറുമെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ പസ്തി ആചരിക്കൂടെ വേണം. ഇതുപോലെ ഈ മനസ്സിൽ കൽമഷരഹിതമായി നിർത്തുന്ന രൂപത്തിൽ ആ പസ്തി ആചരണം ഇതിലുണ്ടെങ്കിൽ ഈ പറയുന്ന വിചാരവും കൂടെ ഇതിൽ പുരോഗമിച്ചാൽ ഈ ജ്ഞാനം ഇതിൽ വരും എന്നാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇതിനെ പറ്റിയാണ് സുരേഷ് അന്ന് സംസാരിച്ചത്. അപ്പോൾ ഇതിന് കേവലം കുറേ കാര്യങ്ങൾ അവൻ പറഞ്ഞു കൊള്ളാം. നല്ലതായിട്ട് ആ പയ്യൻ നല്ല ഇതിലേക്ക് വരാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചു. കാരണം ഇതൊക്കെ നിങ്ങൾ കേൾക്കാത്ത എന്ത്? നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല. അപ്പോൾ പറയും ഞങ്ങൾ സ്വാമി പറയുന്ന വാക്കുകൂടെ കൂടെ പറയേണ്ടി വരും. ഒരു
എ ഗുഡ് മെക്കാനിക് നെവർ ബ്ലെയിം ദെയർ ടൂൾസ്. എ ഗുഡ് മെക്കാനിക് നെവർ ബ്ലെയിം ദെയർ ടൂൾസ്. മറ്റെങ്ങനെയല്ല, അയ്യോ എനിക്ക് ചിരവ വളഞ്ഞുപോയി, കത്തിട്ടി കലം ഇങ്ങനെ ആയിപ്പോയി, അയ്യോ അടുപ്പിൽ തീ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നതെല്ലാം മിയർ എന്തൊരു എക്സ്ക്യൂസാണ്. മനസ്സിലായി? പക്ഷേ ഇത് ആഗ്രഹമുള്ളവർ ഇതിനറ്റം നിൽക്കും. അങ്ങനെയുള്ളവർക്കാണ് ഇത് ഫലിക്കുന്നത്. ലോകത്ത് ഏത് കാര്യവും അങ്ങനെയാണ് ഫലിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പരീക്ഷ ജയിക്കാൻ പോലും ഉറക്കമൊഴിച്ച് പഠിക്കും. അപ്പോൾ അയ്യോ മോനെ നീ പഠിയടാ, നീ എഴിച്ച് വരണ്ട കേട്ടോ, സമയം കളയണ്ട, നീ അങ്ങനെ ഇരുന്ന് ഇത് പഠിയെന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും എന്തുമാത്രം കർശനമായിട്ട് അവർ ചായ ഇട്ട് കൊടുക്കണു, അത് കൊണ്ട് കൊടുക്കണു. അല്ലേ, ഇത് നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്കറിയാമല്ലോ. അവൻ്റെ ആ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല, അവൻ്റെ ഏകാഗ്രതയെ ഭംഗപ്പെടുത്താൻ പാടില്ല. ഇത് നമുക്ക് ഇതിൽ മാത്രം ഇത് കുറവോ? ചേച്ചി, ലോകത്തേക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനമുണ്ട്, സമ്പാദിക്കലാണ്. അത് എത്രയോ വലിയ ബിരുദം എടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ മടങ്ങ് അധികമായ ഒരു പ്രാപ്തിയാണ്. ഏതൊന്നിനെ കിട്ടിയാൽ മറ്റൊന്നും വേണ്ടയോ? ഏതൊന്നും ലഭിച്ചാൽ പരിപൂർണ്ണ തൃപ്തനാകുമോ, കൃതകൃത്യനാകുമോ? അതിനെയാണ് ജ്ഞാനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്രത്തോളം സൂക്ഷ്കാന്തിയോടുകൂടി ആരാണോ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്ന അവർക്ക് മാത്രമേ ഇതുള്ളൂ. മറ്റവർ ഓ അങ്ങനെയൊക്കെ പറയുന്നത് അതുപോലെ പോയി. ഞങ്ങൾക്ക് അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഒരല്പം താമസിക്കാതെ ഉടനെ പറയും. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് താമസിച്ച് വണ്ടി കിട്ടിയില്ല, വണ്ടി കിട്ടാൻ താമസിച്ചു, ഭയങ്കര റഷായിരുന്നു, ഓടാവിടുന്നു, നിനക്ക് താല്പര്യമില്ലടാ. കുഷിയാണ് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിനക്ക് താല്പര്യമില്ലടാ എന്ന് പറയും. നീ ഇനി ഒന്നും പറയണ്ട, നിനക്ക് താല്പര്യമില്ലടാ. കർശനമായിട്ട് പറയുന്ന ആളായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മളും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ അതിനുവേണ്ടി സൂക്ഷ്മാന്തിയോടുകൂടി വിചാരത്തോടുകൂടി നമ്മൾ അതിൽ പ്രവർത്തിച്ചില്ലാന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. കറക്റ്റാണ് പറഞ്ഞത്. അതല്ല ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണെന്നിരിക്കട്ടെ, തലേ ദിവസമേ അതിനുവേണ്ടി പ്ലാൻ ചെയ്തു, അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു, അങ്ങനെയല്ലേ നിൽക്കണം. ഇപ്പോൾ മദ്രാസിൽ പോകണം, കൃത്യമായിട്ട് വണ്ടി 8:30-ക്കാണ്. 8:30-ക്ക് വണ്ടിക്ക് നമ്മൾ 9 മണിക്ക് എന്നാൽ പറ്റുമോ? അപ്പോൾ അത് സൂക്ഷ്മാന്തിയോടുകൂടി എങ്ങനെ കാണണം? അതുകൊണ്ട് ഇത് കാണാനാണ് പറയുന്നത്. മഴ വരണണ്ട, ഒരു ഭയങ്കര മഴ. എന്തായാലും നിർത്താം. ദേവാദിദേവ സർവ്വ സച്ചിദാനന്ദ വിഗ്രഹമാരമണ ഭൂതേശ ശ്രീകരുണാവിദേ നമസ്കാരം. ജോലി സന്നിധോ ശരീരമർത്ഥം പ്രാണൻ